24 hours ടോപ്പ് 50 ടാലൻസിനെ നമ്മൾ ഒരു ഓഫീസ് റൂമിൽ ലോക്ക് ചെയ്തൊക്കെയാണ് ഇവർ പുറത്തിറങ്ങുന്നത് പ്രൊഡക്ട്സ് ആയിട്ടാണ്. ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. ഇവിടെ വന്നിട്ടുള്ള ടാലൻസ് അവരുടെ പല ഇതും മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പല ആൾക്കാരും ജോലി കിട്ടിയിട്ടുണ്ട്, പല ആൾക്കാരും ഇതിന് വേണ്ടിയായിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് ഹാക്കത്തോൺ ഈവൻ. ലെറ്റ്സ് സീ വാട്ട് ദീസ് ഗൈസ് ആർ വർക്കിംഗ് ഓൺ. ഇത് മോസിലോർ എന്ന കമ്പനിയാണ്. 2017 തുടങ്ങിയ കമ്പനിയാണ്. ഇതുപോലൊരു ഇവൻറ്റിൽ തുടങ്ങിയ കമ്പനി ഇപ്പോൾ കൊച്ചി കാലിക്കറ്റ് ഓഫീസുണ്ട്. 140 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. സോ താങ്ക്സ് മോസിലോർ. ഷൗട്ട് ഔട്ട് ടു അൻവർ ഫോർ ദ വെന്യൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ്. 50 ടോപ്പ് ടാലൻറ്റ്സ് ഫ്രം ദ കേരള. സേ ഹായ്. യെസ്, എക്സൈറ്റഡ്? യെസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 24 hours നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും കേരളം മാറ്റിമറിക്കാൻ പോകുന്നത്. ഹോപ്പ്ഫുള്ളി ഇതുപോലത്തെ ഒരു ഓഫീസസ് ഓരോരുത്തരും ബിൽഡ് ചെയ്യുക, കേരളത്തിൽ ഈ ഇൻഫോ പാർക്ക് നിറയ്ക്കുക. ഇതായിരിക്കും നമ്മുടെ ആഗ്രഹം അല്ലേ? യെസ്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു ഹാക്കത്തോണിൻ്റെ എക്സ്പീരിയൻസ്? ഇറ്റ്സ് ലൈക്ക് എ 3 day എന്താ പറയുക, ഉറക്കം കിട്ടിയില്ലെന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ടീമായാലും നമ്മളായാലും എല്ലാവരും കോൾഡും പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. സോ വെരി വെരി ഹെക്ടിക്, ടയറിങ് ആയിരുന്നു. ബട്ട് turn out of things, വീഡിയോ അത്രയും ടയർഡായിട്ടിരിക്കുകയാണ്. ബട്ട് ഐ തോട്ട് ദിസ് ഹാസ് ടു ബി റെക്കോർഡഡ് സോ ദാറ്റ് ഇത് കാണുന്ന ഒരു ഓഡിയൻസ് ഗെറ്റ് എൻ ഐഡിയ ഓഫ് വാട്ട് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ കേരള. നല്ല നല്ല ടാലൻസ് വരുന്നുണ്ട്, നല്ല നല്ല പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ സ്റ്റാർട്ട് ഫോർ ദാറ്റ്. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. 10 years down the line ഈ ഹാക്കത്തോൺ ആയിരിക്കണം നിങ്ങളൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് മെയിൻ ഔട്ട്കം. ആരോ പറഞ്ഞു ജോലി കുറ്റിയത് വന്നിട്ടുണ്ട്. lot of things are happening, so we'll get to know more people here, and lot of interesting people are mentoring here as well. Pala mentors ningal over the days meet cheyum. There are a lot of mentors who came from different parts of the country as well to be at the KPH Hackathon to mentor. Pala alkarku ethan pattilla, but still they send me the words and everything. കാരണം നമ്മൾ പല മാസങ്ങളായിട്ട് നമ്മൾ എന്താ പറയുക ഈ ഇവൻറ്റിനെ പറ്റി പല കോൺവെർസേഷൻസും പലതും നടത്തി. കുറച്ച് ആൾക്കാർക്ക് എത്താൻ പറ്റുള്ളൂ. ബട്ട് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ടൈം വിൽ ഹാവ് മോർ പീപ്പിൾ കമ്മിങ് ഇൻ ആസ് വെൽ. അത് നെക്സ്റ്റ് പറയാനായിട്ട് ഷൈജൽ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഒക്കെ അപ്പോൾ ഷൈജൽ Micro.Company ബൂട്ട് സ്ട്രാപ്പ് സ്റ്റാർട്ടപ്സ് ഫ്രം കേരള ബിൽഡിംഗ് മൈക്രോ പ്രൊഡക്ട്സ്. 6-7 ആൾക്കാരെ വെച്ചിട്ട് 6 ആൾക്കാർ, ലെസ് ദാൻ 10 people എന്നുള്ളതാണ്. 10 പീപ്പിളിൽ എങ്ങനെ $1 million ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹാക്കത്തോൺ ഒരു ഡിഫറെൻ്റ് എനർജിയാണ്. എനിക്ക് ഏർലി സ്റ്റേജ് ഓഫ് കരിയർ ഇപ്പം കുറേ ഹാക്കത്തോൺസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് സ്കിൽസ് ബിൽഡ് ചെയ്യാനും പിന്നെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും മേ ബി നല്ലതായിട്ട് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ അതുകൊണ്ടാണ് KPH ഞാൻ അങ്ങോട്ടേക്ക് പുഷ് ചെയ്യായിരുന്നു ഫെലിക്സിനോടൊക്കെ ഹാക്കത്തോൺ എപ്പോൾ നടത്തും എന്നൊക്കെ ഉള്ളത്. GDP ഓഫ് കേരള ബൂസ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇതാണ് KPH യൂഷ്വലി പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിലേക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് ബിൽഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ഇങ്ങനെ ജസ്റ്റ് പ്രസൻറ്റേഷൻ മാത്രം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് മാത്രം ഉണ്ടാക്കിയിട്ട് പ്രൈസ് മേടിക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആൾക്കാർക്ക് എത്തിക്കുക. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അല്ലെങ്കിൽ റവന്യൂ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളൊരിതാണ്. ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, അതായത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊഡക്റ്റ് ഫണ്ടിൽ ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ലോഞ്ച് വർത്തി രീതിയിൽ ലോഞ്ച് ചെയ്യാൻ അറിയാതെ that is the one criteria. So is the current is that are able to get to that form of launch worth the thing? അതെ, ആൾക്കാർക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് വാല്യൂ കണ്ടെത്താൻ പറ്റുന്ന സ്റ്റേറ്റിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക. അതാണ് അൾട്ടിമേറ്റ്ലി ഇതാക്കി. The questions we have. But Shyjal will be here to end of mentor game. Next അടുത്ത് പിന്നെ ഷാൻ ഉണ്ട് ECOM Showയിൽ ഇ-കൊമേഴ്സിനെ പറ്റി അഡ്വക്കേറ്റ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, ഞാനേ ഒരു 2 കൊല്ലം പ്രൊഡക്റ്റ് ഉണ്ടാക്കി കളഞ്ഞ ആളാണ്. 2 കൊല്ലം എടുത്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. സോ ദാറ്റ് വാസ് ദ റീസൺ ഞാൻ KPH കയറാനുള്ള കാരണം അതായിരുന്നു. പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. സത്യം പറയും, യു ഹാവ് ടു സോൾവ് എ പ്രോബ്ലം. അതിനുശേഷം ഞാൻ വിറ്റിട്ടേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുള്ളൂ. വിറ്റ് പൈസ ബാങ്ക് അക്കൗണ്ടിൽ ഹിറ്റ് ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാക്കുള്ളൂ. അങ്ങനെ വാങ്ങിക്കാനുള്ള ആൾക്കാർ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം they have that pain. അല്ലാണ്ട് അവർക്ക് ആ പെയിൻ ഉണ്ട്, നമ്മൾ ഉണ്ടാക്കാം, കുറേ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയും. ഇപ്പം നമുക്ക് പ്രശ്നമല്ല, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളത് ചെയ്യാറില്ല. വി ഡു ആൻ MVP അല്ല, ഞങ്ങളത് വാട്സാപ്പ് വഴി എന്തെങ്കിലും ഉടായ്പ് കളിക്കാൻ പറ്റുമെങ്കിൽ ആ ഉടായ്പ് വെച്ചിട്ട് ഉണ്ടാക്കും.
ആൻഡ് ദെൻ വി സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാറ്. ബെസ്റ്റ് എക്സാമ്പിൾ അർജുൻ്റെ കൂടെ ചെയ്ത പോഡ്കാസ്റ്റാണ്. അർജുൻ 3 കമ്പനീസിൻ്റെ പേര് പറയാൻ പറ്റില്ല, ബട്ട് ടോപ്പ് 3 കമ്പനീസ് ഇൻ കേരള വിറ്റ് $1,000 പെർ മന്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതിന് ശേഷമാണ് ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എഴുതിയത്. ദാറ്റ് ഈസ് വാട്ട് യു സീ ആസ് സോക്കോ നൗ. സോ അതിലാണ് കാര്യം. അപ്പം ക്യാൻ യു സെൽ ദിസ് ടു ദ കസ്റ്റമർ? അതെന്തോ ആയിക്കോട്ടെ. ഞങ്ങളൊരു ECOM കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, അവിടെ പ്രൊഡക്റ്റ് ഒന്നുമില്ല, ഇതുവരെ ഒരു പ്രൊഡക്റ്റും ഇല്ല. വി റൺ ഇറ്റ് ഓൺ വാട്സാപ്പ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡേ 1 മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ചെയ്യായിരുന്നു. ഇ-കൊമേഴ്സ് എക്സ്പേർട്സ് ഒക്കെ ഉള്ള മാർക്കറ്റ് പ്ലേസ് ആപ്പ്. എൻ്റെ CT അവിടെ ഇരിക്കുന്നുണ്ട്. അവനതൊന്നും ഇഷ്ടപ്പെടും, കാരണം അവന് കോഡ് ചെയ്യണം. കോഡ് ചെയ്താലും മൂപ്പർക്ക് സന്തോഷമാവുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് ദ തിങ്. വി ഹാവ് 1,500+ മെമ്പേഴ്സ് നൗ. സ്റ്റിൽ നമ്മൾ ആപ്പ് ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ബട്ട് വെൻ വി ബിക്കം ബിഗർ വി മേ. അപ്പോൾ ജസ്റ്റ് അത് ആഡ് ചെയ്തിട്ട് പിന്നെന്താ GDP നല്ല രസമാണ്. ഇവിടുന്ന് ഡോളേഴ്സ് വാങ്ങിക്കാൻ പുറത്ത് വിൽക്കുക. ഞാൻ ആ ഇവന്റിൽ നിന്ന് എടുത്തൊരു ടേക്ക് അവേ ആണ്, ലൈക്ക് എനിക്ക് ഷാൻ ഹൂ റൺസ് ദി ECOM Show, I liked how he was participants ആയിട്ട് എൻഗേജ് ചെയ്തത്. He was very direct. Oh yes. Okay, so what do you want to talk about that? I mean, Shan പറയുകയാണെങ്കിൽ this is like message to Shan as well. ഷാൻ്റെ ടീമാണ് ആക്ച്വലി KPH പോഡ്കാസ്റ്റ് പുഷ് ചെയ്ത് സ്റ്റാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളത്. Then they were the one who launched ECOM Show as well. അപ്പോൾ ആ രീതിയിൽ ഇതേപോലെ സെയിം ക്വാളിറ്റി കണ്ടന്റ് അവരും പ്രൊഡ്യൂസ് ചെയ്യും ടു ബിൽഡ് ദ e-commerce ecosystem in Kerala. I mean, ഷാൻ ആയാലും പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ഫ്രം ദ എക്സ്പീരിയൻസ് ആണ്. നോ വൺ ഈസ് ബുൾഷിറ്റിംഗ് ഹിയർ. സ്ട്രേറ്റ് ഫ്രം ദ എക്സ്പീരിയൻസ് നല്ല ക്വാളിറ്റി ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. I would say, who is pushing the KPH forward എന്നുള്ളത് കാര്യം ഷാൻ തന്നെയാണ്. ഒരു കസ്റ്റമറിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, നോ യുവർ കസ്റ്റമേഴ്സ് എന്നുള്ള എലമെൻറ്റ്, ദർ ഇസ് നോ അതർ ബെറ്റർ പേഴ്സൺ ദാൻ ഷാൻ. ആൻഡ് താങ്ക്സ് ഫോർ ഷാൻ ഫോർ കമ്മിങ് ടു ദ KPH Hackathon. യു സെൽ ഇൻ GCC ഓർ ഞാൻ GCC വരെ എത്തിയിട്ടുള്ളൂ. ഷൈജലൊക്കെ US-ഉം UK ഒക്കെ ചറപറാൻ നിൽക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈവൺ ഫെലിക്സ്. പിന്നെ നമ്മളെ ഷോപ്പിഫൈ ആപ്പ് കുറച്ചൊക്കെ US-ൽ പോയിട്ടുണ്ട്. സോ ഡോളേഴ്സ് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി GDP ഓഫ് കേരള വിൽ ബി ഹ്യൂജ്. അത് അടുത്തൊരു 2 കൊല്ലം ഐ തിങ്ക് ദിസ് കുഡ് ബി ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ഓർ ദ വേൾഡ്. ഹൂ നോസ്? അപ്പോൾ അങ്ങനത്തെ പ്രോഡക്ട്സ് ഓൾറെഡി KPH-ലുണ്ട്. സോ വീൽ ബി ഹിയർ. ഞാനും ഇവരൊക്കെ ഉണ്ടാവും. ഐ തിങ്ക് മോർ മെൻറ്റേഴ്സ് ആർ കമ്മിങ്, റൈറ്റ്? വീൽ ബിൽഡ് കിക്ക്-ആസ് പ്രൊഡക്ട്സ് ഫോർ ദിസ് നെക്സ്റ്റ് 24 hours. താങ്ക് യു. അപ്പോൾ GDP ഓഫ് കേരള വെച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി GDP ഓഫ് കേരള പവർ ചെയ്യുന്നത് IT സർവീസസ് ആണ്. ആൻഡ് യു ഓൾ നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ഓവർ ദ റൈറ്റ്. സോ ഇവൻച്വലി അത് പ്രൊഡക്റ്റിലേക്ക് ഇവോൾവ് ആവും. അപ്പോൾ വി മൈറ്റ് ബി ദ വട്ട് യു കോൾ ഏർലി മൂവേഴ്സ് ഇൻ ദ പ്രൊഡക്റ്റ് ജേർണി ഓഫ് കേരള. ആൻഡ് ഇവൻച്വലി അത് ഇന്ത്യ വിൽ ബി ദ തിങ്, റൈറ്റ്? സോ പ്രൊഡക്റ്റിലേക്ക് ഇവൻച്വലി വരും എല്ലാവരും. ഐ മീൻ ദാറ്റ്സ് മൈ ബുള്ളിഷ് കൺവിക്ഷൻ ഫോർ ദ ലാസ്റ്റ് 10 years ആസ് വെൽ. സോ അതൊന്ന് ആക്സിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റൻഷൻ. $1,000 പെർ മന്ത് എത്താൻ വേണ്ടി പല രീതിസ് ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് ക്യാൻ ബി ലൈക്ക് $1,000 പെർ മന്ത് പേ ചെയ്യുന്ന ഒരു കസ്റ്റമർ മതിയായിരിക്കും. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലൈക്ക് $500 പെർ മന്ത് പേ ചെയ്യുന്ന മതിയായിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ് upon the whole product and everything you build it out. ഇവൻ ചിലപ്പോൾ ആ പേയ്മെൻറ്റ് ഞാൻ വൺ ടൈം പേയ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഇറ്റ് മൈറ്റ് ബി മോർ റിലേറ്റബിൾ ടു തിങ്, റൈറ്റ്? സോ നമ്മൾ 2019 സമയത്താണ് ആപ്സ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഷോപ്പിഫൈനോൺ സ്പേസിലാണ് ആപ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 1 year ഫ്രീ ആക്കി വെച്ചു, വിച്ച് വി കുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് പെയ്ഡ് ഇൻ ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. നമ്മൾ വിചാരിച്ചു ഓക്കെ കുറച്ച് യൂസേഴ്സ് വരട്ടെ, അവർ ഫീഡ്ബാക്ക് എടുത്തിട്ട് പിന്നെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യാമെന്നൊക്കെ രീതി കുറേ സമയം കളഞ്ഞു. വി കുഡ് ഹാവ് സേവ് ദാറ്റ് ടൈം എന്നുള്ളതാണ്. ഐ മീൻ അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഓണാക്കി നെക്സ്റ്റ് ഡേ $500 4 ആൾക്കാർ പേ ചെയ്തു, 5 ആൾക്കാർ പേ ചെയ്തു, $99 നമ്മൾ പേ ചെയ്ത് അത് ലൈഫ് ടൈമിൽ സെല് ചെയ്യാനുള്ള ആംഗിളായിരുന്നു. സോ അവർ തിങ് വാസ് ഒരു $500 മന്ത്ലി എമൗണ്ട് ചെയ്താൽ വി ക്യാൻ ക്വിറ്റ് അവർ ജോബ്സ് എന്നുള്ള ആംഗിളായിരുന്നു. സോ ദാറ്റ് ഈസ് ലൈക്ക് എ ഹ്യൂജ് എമൗണ്ട് ഇൻ കേരള. യു ക്യാൻ റൺ ദ ഫാമിലി $500 പെർ മന്ത്. ബട്ട് അവിടുത്തെ ഒരാളുടെ ഒരു നേരത്തെ ചായ കുടീൻ്റെ കാശായിരിക്കും ഇവിടുത്തെ ഒരാളുടെ മന്ത്ലി എക്സ്പെൻസർ ഉള്ളത്. സോ അതാണ് ആ ഒരു ഡോളർ ആർബിട്രാജ് ഉണ്ട്. റിക്കറിങ് റവന്യൂ തന്നെ ആവണമെന്നില്ല. അത് എല്ലാ ഐഡിയാസും ഒന്നും റിക്കറിങ് ആക്കാൻ പറ്റിയ ഐഡിയാസ് അല്ല. അപ്പം $1,000 പെർ മന്ത് മേ ബി വൺ ടൈം വരുന്ന ഒരു ഇതായിരിക്കും. സാസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് പ്രിഡിക്റ്റബിളാണ്. നമുക്ക് എല്ലാ മന്തും ഇത്ര വരും ഒരു പ്രഡിക്ഷൻ ഇതുണ്ട് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളി നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ആ ഒരു ഇതാണ്.
പക്ഷേ എല്ലാ ഐഡിയാസും അങ്ങനെ റിക്കറിങ് ഒരു റവന്യൂ മോഡലാക്കി ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മളായാലും ആണല്ലോ $5,500 പെർ മന്ത് ആയിരുന്നില്ല, മന്ത് വന്നു, നെക്സ്റ്റ് മന്ത് വന്നില്ല. ഓക്കെ, ഐ മീൻ ദ പോയിന്റ് ഈസ് എന്താ പറയുക, ഒരു $1 ഫ്രം ദി ഇൻ്റർനെറ്റ് കിട്ടുമ്പോൾ ഒരു കിട്ടുന്ന ഫീൽ ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ഹാവ് മെയ്ഡ് $1 അറ്റ്ലീസ്റ്റ്. ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് $1,000, $100,000, we made like more than $100,000 from just from Shopify apps to give away. As Shyjal may have made millions. അത് അൺഡിസ്കസബിൾ ആണ്. ബട്ട് എനിവേസ്, അപ്പോൾ അങ്ങനത്തെ കുറേ കമ്പനീസ് വരും. ഇപ്പോൾ മോസിലോർ ഫോർ എക്സാമ്പിൾ, ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൻവർ ആയിരുന്നു മോസിലോറിൻ്റെ ഫൗണ്ടർ. നമ്മൾ KPH കാലിക്കറ്റ് മീറ്റപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു GDPR ഒരു WordPress plugin he had bought for some amount. Then it became Cookies, which is make like a 3-4 million plus ARR revenue, more than that. അപ്പോൾ ഈ മോസിലോറിന് കമ്പനി ഇപ്പോൾ ഐ തിങ്ക് 120 ആൾക്കാരുണ്ട്. കാലിക്കറ്റ് ഓഫീസുണ്ട്, കൊച്ചി ഓഫീസുണ്ട്, ആൻഡ് 120 ആൾക്കാരുണ്ട്. ഇതുപോലൊരു സംഭവം ബിൽഡ് ഔട്ട് ചെയ്തത് പ്രൊഡക്ട്സ് വെച്ചിട്ട് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സർവീസ് കമ്പനി അല്ല, IT പ്രൊഡക്ട്സ് വെച്ച് ബിൽഡ് ചെയ്ത കമ്പനിയാണ് മോസിലോർ. ഷൗട്ട് ഔട്ട് ടു അൻവർ. ഇപ്പോൾ മൊബൈൽ ആപ്സ് ഒക്കെ ഡിപ്പെൻസ് ഓൺ ദ ഐഡിയ. ഒരു മൊബൈൽ ആപ്സ് ഒക്കെ ആണെങ്കിൽ മൊബൈൽ ആപ്സും ചിലത് നല്ല, ഇപ്പോൾ കാലേ അത് റിക്കറിങ് ആണല്ലോ. അത് ചില ഐഡിയാസ് ഇപ്പം യൂട്ടിലിറ്റി സാധനങ്ങളൊക്കെയാണ്. ഇപ്പം ഒരു PDF കൺവേർട്ടർ അങ്ങനത്തെ ഒരു പ്രാവശ്യം മാത്രം വന്ന് പിന്നെ മേ ബി ഒരു നെക്സ്റ്റ് ഇയർ ആയിരിക്കും വരുന്നത്. അവർക്ക് റിക്കറിങ് ആയിട്ട് പേ ചെയ്യേണ്ട ആവശ്യമില്ല ആ കസ്റ്റമറിന്. അപ്പം എൻ്റയർലി ഡിപ്പെൻഡിങ് ഓൺ ദ ഐഡിയ. അത് നിങ്ങൾ സാക്സ് ആക്കണം എന്ന് വിചാരിച്ചൊരു സാക്സ് ആക്കിയിട്ട് കാര്യമില്ല. നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കുകയാണ്? യെസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ യൂസേഴ്സ് നിങ്ങൾ കണ്ടെത്തും, ഹൗ വിൽ യൂസേഴ്സ് ഫൈൻഡ് യുവർ ആപ്പ്, അത് ഡേ വണ്ണിൽ തന്നെ ഈവൻ ബിഫോർ ബിൽഡിംഗ് ദ പ്രൊഡക്റ്റിൽ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവണം എന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എലമെൻറ്റ് ക്രാക്ക് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. കാരണം കുറച്ച് കഴിയുമ്പോൾ പ്രൊഡക്ഷൻ ലോഞ്ച് ചെയ്യും, ഒറ്റ എമൗണ്ട് വരുന്നില്ല, നോ വൺ ഈസ് പേയിങ് ഇറ്റ്, ദെൻ യു ലൂസ് ദ മൊറാൽ ആൻഡ് മോട്ടിവേഷൻ, ദെൻ യു കൈൻഡ് ഓഫ് മൂവ് ടു സംതിങ് എൽസ്. I've seen people, even ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, I've seen people building products with a very highly motivated, then get sad when they don't have the amount coming in. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പല പ്രൂവൻ മോഡൽസ് ഉണ്ട്. ഐ മീൻ വൺ ഈസ് എന്താ പറയുക, വീഡിയോ ഇസ് എ വർക്കിംഗ് മോഡൽ ഇപ്പോൾ അറ്റ് ദി മൊമെൻറ്റ് ആസ് എ ഓർഗാനിക് കണ്ടൻറ്റ്. ക്യാൻ യു മേക്ക് കണ്ടൻറ്റ് ആൻഡ് ഹാവ് പീപ്പിൾ വാച്ച് ഇറ്റ്, അത് ഒരു വൺ വർക്കിംഗ് മെത്തേഡാണ്. ലിങ്ക്ഡിൻ ഒരു അനദർ മോഡലാണ് ഇഫ് യു ആർ യൂസിങ് റൈറ്റ്ലി. പിന്നെ ഒബിയസ്ലിയുള്ള ചാനൽസ് ഉണ്ട്, ഓർഗാനിക് ചാനൽസ്, പെയ്ഡ് ചാനൽസും ഉണ്ട്. യു ഫിഗർ ഔട്ട് വാട്ട് മോഡൽ വർക്ക്സ് ഫോർ യുവർ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് മൈ ടേക്ക് ബുദ്ധി. വേർ ഡസ് യുവർ കസ്റ്റമർ ഹാങ് ഔട്ട് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അത് യൂഷ്വലി ഇപ്പോൾ ഒരു ഡെവലപ്പർ കമ്മ്യൂണിറ്റി അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്വിറ്ററിലായിരിക്കുള്ളത്. പിന്നെ നിങ്ങൾ ഐഡിയൽ കസ്റ്റമർ എവിടെയാണുള്ളത്, ഇപ്പോൾ റെഡിറ്റിലോ അല്ലെങ്കിൽ അപ്പം സോഷ്യൽസ് കുറേ എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ളതുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈവൻ എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനത്തത് ഒബ്വിയസ് ചാനൽസാണ്. അല്ലാത്തത് അൾട്ടിമേറ്റ്ലി നിങ്ങളെ ഐഡിയൽ കസ്റ്റമർ ഹാങ് ഔട്ട് ചെയ്യുന്ന അവിടെ നിങ്ങൾ പ്രസൻറ്റ് ആവുക എന്നുള്ളതാണ്. പിന്നെ വൺ ഓഫ് തിങ്സ് ഇപ്പോൾ നമ്മൾ LLMs റാങ്ക് ചെയ്യാൻ നോക്കാറുണ്ട്. ഹൗ ഡു വി എന്താ പറയുക, പീപ്പിൾ കമ്മിങ് ത്രൂ ദ ChatGPT, Gemini തിങ് ഹാസ് മോർ ലൈക്ലി ടു ബി പേയിങ് യു, അല്ലെങ്കിൽ സാധനം ഉണ്ടല്ലോ, ഹൗ ഡു വി റാങ്ക് ഓൺ LLM, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓവർ തിങ്. ബട്ട് തിങ്സ് ആർ ചേഞ്ചിങ്, ബട്ട് ദർ ആർ ലൈക്ക് certainly some base element that will obviously work. Trust എങ്ങനെ ബിൽഡ് ചെയ്യാം, ഈവൻ വന്ന പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുമ്പോൾ ഹൗ ഡു യു ബിൽഡ് ദ ഓൺ ബോർഡിങ് എക്സ്പീരിയൻസ്, ഹൗ ഡു യു അവിടെ എങ്ങനെയൊക്കെ രീതിയിൽ ബെറ്റർ ആക്കാം, സോ ദാറ്റ് ദേ കൈൻഡ് ഓഫ് ഡിസ്കവർ ദ വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ്, ഹൗ ഫാസ്റ്റ് ദേ ക്യാൻ ഗെറ്റ് ടു ദാറ്റ് സ്റ്റേജ്, റൈറ്റ്? സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഫണ്ടമെൻ്റലി ഫിക്സ് ചെയ്യേണ്ടതും പീപ്പിൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ബിൽഡിംഗ് ഫോർ യൂസ് കേസസ്, എന്താണ് യൂസ് കേസ് എന്നുള്ളത്, അപ്പോൾ അതൊക്കെയാണ് വി ട്രൈ ടു ഇൻകൾക്കേറ്റ് എന്നുള്ള ഇൻ ദിസ് ഓവർ ദ ലാസ്റ്റ് നെക്സ്റ്റ് 24 hours. ആഡ് ചെയ്യാം. ഇന്ന് പ്രോബ്ലം കണ്ടിട്ടായിരിക്കുമല്ലോ ബിൽഡ് ചെയ്യാം. ആ പ്രോബ്ലം ആർക്കാണുള്ളത്, ടോക്ക് ടു ദോ, അവർക്ക് സെല് ചെയ്യാൻ നോക്കട്ടെ. വി ജസ്റ്റ് ബിൽഡ് ദ പ്രൊഡക്റ്റ് വിത്ത് ദം. അവർക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്താൽ, അതായത് കറക്റ്റ് ചാറ്റ് വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അവർക്ക് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ റെഫർ ചെയ്യും. ഞാൻ കുറേ ബിൽഡ് ചെയ്ത് കുറേ ബേൺ ചെയ്തുകൊണ്ട് എനിക്കറിയാം. കസ്റ്റമറോട് സംസാരിക്കുക. ആദ്യത്തെ 1 2 3 കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് യുവർ ഇതിന് ഡിസൈൻ പാർട്ട്ണർ ബ്രേക്ക് യുവർ പ്രൊഡക്റ്റ്, ആ ഒരു ഇതാണ് ഡിസൈൻ പാർട്ട്ണർ സ്റ്റേജ് എന്ന് പറയും. സോ ആസ് യു ബിൽഡ് യുവർ പ്രൊഡക്റ്റ്, I mean you build alongside a company who alongside the customer, so that they will say someone who is ready to pay you. But design partner എന്ന് പറയും ഈ സംഭവത്തിന്. അതാണ് അതിൻ്റെ How do you not over engineer a product? Yeah, അത് സോ ഐ മീൻ യൂഷ്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ആസ് ഡെവലപ്പേഴ്സ് നമുക്ക് കാർഡ് കയറി കുറേ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ ഫീച്ചേഴ്സ് വെറുതെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് നോ വൺ ഈവൻ ഫൈൻസ് ദാറ്റ് ഫീച്ചർ ഇൻ ദ പ്രൊഡക്റ്റ്.
നമ്മളിപ്പോൾ ആ ഫീച്ചർ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കുറേ ടൈമൊക്കെ എടുത്ത് ഉണ്ടാക്കിയ സാധനമായിരിക്കും. ഞാൻ നോ വൺ യൂസ് ഇറ്റ് ആയിട്ട്. ഇത് സ്ഥിരം നമ്മുടെ കമ്പനിയിലെ ഡെവലപ്പേഴ്സായിട്ട് അടിയുണ്ടാക്കുന്ന സംഭവമാണ്. ഈ കൈൻഡ് ഓഫ് അക്ബർ കൺ റിലേറ്റ് ടു ദ ഹോൾ തിങ്. അപ്പോൾ ഇവർ പലതും ചുമ്മാ വെറുതെ ഉണ്ടാക്കും. ഐ മീൻ പക്ഷേ വൺ വേ ടു കൈൻഡ് ഓഫ് ഇത് ആ പ്രൊഡക്റ്റ് ആ ഫീച്ചർ ബിൽഡ് ചെയ്താൽ ഹൗ മച്ച് റവന്യൂ വിൽ വി ഗെറ്റ് എക്സ്ട്രാ, അതാണ് വൺ വേ വി കൈൻഡ് ഓഫ് ഡു ഇറ്റ് ഇൻറ്റേർണലി. ഇഫ് ഇറ്റ് ഡസൻ വി ഡോണ്ട് ബിൽഡ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഫീച്ചർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എത്ര എക്സ്ട്രാ റവന്യൂ പെർ മന്ത് കിട്ടുന്നുള്ളതാണ് മൈ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്. എങ്ങനെയാണ് നിങ്ങളുടെ കോർ പ്രോബ്ലം വൃത്തിക്ക് സോൾവ് ചെയ്യാൻ നോക്കിയാൽ മതി. അത് നാച്ചുറലി വരുമോയെന്ന് അറിയില്ല. അത് ഏർലി സ്റ്റേജ് ഓഫ് കരിയർ യൂഷ്വലി നമ്മൾ ഷൈനി സാധനങ്ങളൊക്കെ എടുത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൂടുതലായിട്ട് ബിൽഡ് ചെയ്യാൻ നോക്കും. പക്ഷേ അതല്ല, ഇതേമാതിരി അൾട്ടിമേറ്റ്ലി റവന്യൂ ഓർ ആൾക്കാർക്ക് വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ഇതാണ് നോക്കേണ്ടത്. വാല്യൂ നമ്മൾ വാല്യൂവിനെ ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റവന്യൂ ആണ്. ആൾക്കാർ പേ ചെയ്യാൻ റെഡി ആണെങ്കിൽ ദേ ആർ ഗെറ്റിംഗ് ദ വാല്യൂ. ആ ഒരു ഇതാണ്. either you reduce the cost or increase the revenue. നിന്റെ പ്രൊഡക്റ്റ് കാശ് ഉണ്ടാക്കി തരുമോ? ഇല്ല. കാശ് സേവ് ചെയ്യോ? ഇല്ല. എന്നാ പിന്നെ basically അത് നല്ലൊരു പോയിന്റ്. ഐ മീൻ either the product should save the cost, save the time or increase the revenue. ഈ രണ്ട് ആക്സിയോംസിലാണ് ചിന്തിക്കുക. ഈവൻ ഫോർ when a person who is buying your kind of thing or ആ രീതിയിൽ എങ്ങനെ ഈ പ്രൊഡക്റ്റിനെ ഇവോൾവ് ചെയ്യിക്കാം, either to save their time or cost or increase their revenue. ആ ഒരു നമ്മൾ ഇരിക്കുന്ന ഈ ഓഫീസ് ഇവർ ചെയ്യുന്ന ഇവരെ കോർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിലെ ചെറിയൊരു കുക്കി ബാറാണ്. അതെ, അത് വെച്ചിട്ട് ഒരു മില്യൺസ് ആണ് ഉണ്ടാക്കുന്നത്. കുക്കീസ് എന്നാണ് ഉള്ളിൽ വരും ബൈ മോസിലോർ. ആ മില്യൺസ് ആണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ബൈ ഹാവിങ് ദ GDPR കംപ്ലൈൻറ്റ് കുക്കി തിങ്. നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു അഡ്വൈസ് എപ്പോഴും കേൾക്കാം. സോ ഫാസ്റ്റായിട്ട് ആദ്യം ലോഞ്ച് ചെയ്യുന്ന ഇറ്ററേഷൻ ആ പ്രോബ്ലം പക്കാ സോൾവ് ചെയ്യുന്നൊരു സംഭവമായിരിക്കും. ഫാസ്റ്റായിട്ട് ലോഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില ഐഡിയാസിന് ആ ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷേ മോസ്റ്റ് ഐഡിയാസ് അതില്ല. പക്ഷെ മെയിൻലി നമ്മൾ പറയൽ നമ്മളെ മോട്ടിവേഷൻ പോകുന്നതിൻ്റെ മുമ്പ് ലോഞ്ച് ചെയ്യണമെന്നില്ല. അപ്പം എൻ്റെ പോർട്ട്ഫോളിയോ മീൻസ് ഞാൻ ബിൽഡ് ചെയ്ത സാധനങ്ങളിൽ ലോഞ്ച് ചെയ്യാത്ത ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അത് മോട്ടിവേഷൻ പോയിട്ട് അത് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്താൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിൽ. അപ്പോൾ അതിനുള്ളൊരു സ്പീഡിൽ ബിൽഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഈ കോർ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നല്ല ക്ലീനായിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് ഒരു ഫ്രണ്ട്സിനോ ഫാമിലിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ആ ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ ലോഞ്ച് ചെയ്യാന്നുള്ള നോക്കിയാൽ മതി. കാശ് ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വാക്കിയോ കാശ് ആസ് ഫെലിക്സ് സൈഡ് ഒന്നെങ്കിൽ ഒരു രൂപ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു രൂപ ലാഭിക്കും.